ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 2 സയൻസുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജേർമിനേഷൻ ഓഫ് സീഡ് ഫസ്റ്റ് പാർട്ട് സയൻസിൻ്റെ സിലബസ് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജേർമിനേഷൻ ഓഫ് സീഡ്, സെല്ല്, ഡിസീസസ്, ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പൊല്യൂഷനാണ്, മലിനീകരണം. Different types of pollution, biodegradable and non-biodegradable pollutants, plastic waste. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മലിനീകരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തിയോ മൃഗമോ സസ്യമോ അതിജീവിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ചുറ്റുപാടുകളോ അവസ്ഥകളോ ആണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. മനുഷ്യനും പരിസ്ഥിതിക്കും അപകടകാരികളായ വസ്തുക്കൾ സ്വതന്ത്രമാക്കുന്നതിനെയാണ് മലിനീകരണം എന്ന് പറയുന്നത്. അപകടകാരികളായ പാരിസ്ഥിതിക മാലിന്യങ്ങളോ വസ്തുക്കളോ മണ്ണിലേക്ക് അല്ലെങ്കിൽ വായുവിലേക്ക് ജലത്തിലേക്കൊക്കെ പുറന്തള്ളുന്നതിനെയാണ് മലിനീകരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മലിനീകരണങ്ങളാണ് പരിസ്ഥിതി മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, വായു മലിനീകരണം തുടങ്ങിയവ. അപ്പോൾ വിവിധ തര മലിനീകരണങ്ങൾ, വായു മലിനീകരണം, ജലമലിനീകരണം, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മണ്ണ് മലിനീകരണം, വായു മലിനീകരണം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മലിനീകരണങ്ങൾ. നമുക്ക് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമാണ് ഡിസംബർ 2, നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ഈ ഡേറ്റ് ഓർത്ത് വെക്കണം. ജലമലിനീകരണം, നദികൾ, സമുദ്രങ്ങൾ, തടാകങ്ങൾ, കുളങ്ങൾ എന്നിവയിലേക്ക് ഹാനികരമായ പദാർത്ഥങ്ങൾ നിക്ഷേപിക്കുന്നത് ജലത്തിൻ്റെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ അവസ്ഥയെ മാറ്റുന്നതിനാണ്. ഇത് ജലത്തിൻ്റെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ അവസ്ഥയെ മാറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലമലിനീകരണം എന്ന് പറയുന്നത്. തടാകങ്ങൾ, നദികൾ, കായലുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ വിഷമലിനീകരണങ്ങളും മറ്റു വസ്തുക്കളും കലർത്തുമ്പോഴാണ് ജലമലിനീകരണം സംഭവിക്കുന്നത്. അനുചിതമായ മലിനജല സംസ്കരണം, എണ്ണച്ചോർച്ച തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളിലൂടെയാണ് ജലമലിനീകരണം പൊതുവായിട്ടും സംഭവിക്കുന്നത്. ജലമലിനീകരണത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് കോളിഫോം ബാക്ടീരിയ. അപ്പോൾ കുടിവെള്ളമൊക്കെ മലിനമാക്കുന്ന ബാക്ടീരിയ ആണ് കോളിഫോം ബാക്ടീരിയ. ഇന്ത്യയിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം 1974. ഇന്ത്യയിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1974. ഗംഗാ നദി കൂടുതൽ മലിനമാകുന്നത് തടയാനും നദിയെ പുനരുജ്ജീവിപ്പിക്കാനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. ഗംഗ കൂടുതൽ മലിനമാകുന്നത് തടയുകയും നദിയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുകയാണ് നമാമി ഗംഗ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗോളിയോർ റയോൺസ്. അനുചിതമായ മലിനജല സംസ്കരണം, എണ്ണച്ചോർച്ച തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ജലമലിനീകരണം ഉണ്ടാകുന്നത്. ജലശുദ്ധീകരണശാലകളിൽ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. ഇനി ജലമലിനീകരണത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ് യൂട്രോഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അമിത പോഷണം. ആവാസ വ്യവസ്ഥയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്ന പോഷക ലവണങ്ങൾ ജലത്തെ സമ്പുഷ്ടമാക്കുന്ന ഒരു പ്രവർത്തനമാണിത്. അതായത് പ്രധാനമായിട്ടും നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളാണ് അമിത പോഷണത്തിലേക്ക് നയിക്കുന്നത്. നൈട്രജനും ഫോസ്ഫറസും ഒക്കെ രാസവളങ്ങളാണ്. ഈ രാസവളങ്ങൾ ജലത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ അമിത പോഷണം അല്ലെങ്കിൽ യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ വിളകളുടെ വിളവ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ നമ്മൾ നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവ ജലാശയത്തിലെത്തി
ജലാശയത്തിൽ നൈട്രേറ്റും ഫോസ്ഫേറ്റും വർദ്ധിക്കുന്നതാണ് യൂട്രോഫിക്കേഷന് കാരണമാകുന്നത്. അപ്പോൾ അത് ആൽഗകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ആൽഗകൾ ജലാശയത്തിൽ നിന്ന് പോഷകങ്ങൾ പുറന്തള്ളുകയും ജലജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യൂട്രോഫിക്കേഷന് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നൈട്രജനും ഫോസ്ഫറസുമാണ്. ജല ആവാസ വ്യവസ്ഥയിൽ ഫോസ്ഫറസ്, നൈട്രജൻ, മറ്റ് സസ്യപോഷകങ്ങൾ എന്നിവയുടെ സാന്ദ്രത വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വായു മലിനീകരണം. ഹാനികരങ്ങളായ പദാർത്ഥങ്ങൾ വായുവിലേക്ക് പുറന്തള്ളുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് വായു മലിനീകരണം. കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ അന്തരീക്ഷത്തിൻ്റെ സംരക്ഷണ കവചമായ ഓസോൺ പാളിയുടെ ശോഷണത്തിന് ഇത് കാരണമാകുന്നു. ഇപ്പോൾ വ്യവസായങ്ങൾ, വാഹനങ്ങൾ, ജനസംഖ്യ വർധനവ് എന്നിവ വായു മലിനീകരണത്തിനുള്ള ചില പ്രധാന കാരണങ്ങളാണ്. വായു മലിനീകരണത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയവ. വ്യവസായങ്ങൾ, വാഹനങ്ങൾ, ജനസംഖ്യ വർധനവ് എന്നിവ വായു മലിനീകരണത്തിൻ്റെ കാരണങ്ങളാണ്. വായു മലിനീകരണത്തിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിനല്ലാതെ ഇപ്പോൾ മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന പൊടിക്കാറ്റ്, കാട്ടുതീ, പുല്ലുകൾക്കൊക്കെ തീ പിടിക്കുക, ഇതൊക്കെ വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. എന്നാൽ വായു മലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യ പ്രവർത്തനങ്ങളും ധാരാളമുണ്ട്. അപ്പോൾ വായു മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് നിറവും മണമൊന്നും ഇല്ലാത്ത ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഇത് പെട്രോൾ, ഡീസൽ, മരം തുടങ്ങിയ കാർബൺ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ധനങ്ങൾ അപൂർണമായി കത്തുന്നത് മൂലമാണ് കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ സിഗരറ്റ് പോലെയുള്ള പ്രകൃതിദത്ത സിന്തറ്റിക്കുമായ ഉൽപ്പന്നങ്ങളുടെ ജ്വലനം മൂലവും കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മുടെ രക്തത്തിലെത്തുന്ന ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുന്നു. കൂടാതെ നമ്മുടെ റിഫ്ലക്സുകളെ സാവധാനത്തിലാക്കുകയും വ്യക്തിയെ ഇപ്പോൾ ആശങ്കാകുലനും അതുപോലെ ഉറക്കം തൂങ്ങിയൊക്കെ ആക്കി മാറ്റുന്നത് ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ കാർബൺ ഡൈ ഓക്സൈഡ് കരി, എണ്ണ, പ്രകൃതിവാതകങ്ങൾ എന്നിവ കത്തിക്കുന്നത് പോലെയുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പുറന്തള്ളപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡുകൾ, നൈട്രജൻ ഓക്സൈഡ് ഇതൊക്കെ വായു മലിനീകരണത്തിന് കാരണമാകുന്നു. ഇനി വായു മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ വാഹനങ്ങളാണ് ഭാരത് സ്റ്റേജ് 6 BS6 വാഹനങ്ങൾ. ശുദ്ധവായു ശ്വസിക്കാനായി ഈയിടെ ഓക്സിജൻ പാർലർ ആരംഭിച്ച ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. അവിടെ ശുദ്ധമായ ഓക്സിജൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശുദ്ധവായു ശ്വസിക്കാനായി ഈയിടെ ഓക്സിജൻ പാർലർ ആരംഭിച്ച ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. വാഹനങ്ങൾ പുറന്തള്ളുന്ന ഒരു വായു മലിനീകാരിയാണ് ലെഡ്. വ്യവസായങ്ങൾ, വാഹനങ്ങൾ, ജനസംഖ്യ വർധനവ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. കൂടാതെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുക, ഖനന പ്രവർത്തനങ്ങൾ, വ്യവസായശാലകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ ഇതൊക്കെ വായു മലിനീകരണത്തിന് കാരണമാണ്. ഇനി വായു മലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ ഇത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും, ആഗോള താപനം, ആസിഡ് മഴ, ഓസോൺ ശോഷണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നത് വായു മലിനീകരണമാണ്. ഇനി എന്താണ് ആഗോള താപനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിനടുത്തുള്ള താപനില ക്രമാനുഗതമായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. ഭൂമിയുടെ ഉപരിതലത്തിനടുത്തുള്ള താപനില ക്രമാനുഗതമായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോള താപനം. ആഗോള താപനം ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളെ ബാധിക്കുന്നു. മഞ്ഞുപാളികൾ, പെർമോഫ്രോസ്റ്റ്, ഹിമാനികൾ എന്നിവയുടെ ഉരുകൽ
ത്വരിതപ്പെടുത്തുന്നത് ആഗോളതാപനമാണ്. ആഗോളതാപനത്തിൻ്റെ കാരണങ്ങളാണ്, മനുഷ്യനിർമ്മിതമായ കാരണങ്ങളാണ് വനനശീകരണം, വാഹനങ്ങളുടെ ഉപയോഗം, ക്ലോറോ ഫ്ലൂറോ കാർബൺ, വ്യാവസായിക വികസനം തുടങ്ങിയവയൊക്കെ ആഗോള താപനത്തിന് കാരണമാകുന്നു. സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഒരു ഉപോൽപ്പന്നമാണ് ആസിഡ് റെയിൻ. സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഒരു ഉപോൽപ്പന്നമാണ് ആസിഡ് റെയിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നൈട്രജൻ ഓക്സൈഡ് ഒരു വായു മലിനീകാരിയാണെന്ന് പറഞ്ഞു. പുകമഞ്ഞിനും ആസിഡ് മഴയ്ക്കും ഒക്കെ കാരണമാകുന്നത് നൈട്രജൻ ഓക്സൈഡ് കാരണമാകുന്നു. ഇത് പെട്രോൾ, ഡീസൽ, കൽക്കരി എന്നിവ ഉൾപ്പെടുന്ന വസ്തുക്കൾ കത്തുമ്പോഴാണ് ഈ നൈട്രജൻ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മഞ്ഞുകാലത്ത് കുട്ടികളിൽ ശ്വാസസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് നൈട്രജൻ ഓക്സൈഡ് കാരണമാകുന്നു. ഈ നൈട്രജൻ ഓക്സൈഡ് തന്നെയാണ് ആസിഡ് മഴയ്ക്കും കാരണമാകുന്നത്. സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഒരു ഉൽപ്പന്നമാണ് അമ്ലമഴ. ജല ആവാസ വ്യവസ്ഥയിലെ സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ ഇത് ബാധിക്കുന്നു. അപ്പോൾ ആസിഡ് മഴയുടെ pH മൂല്യം 4 തൊട്ടിട്ട് 5 വരെയാണ്. ആസിഡ് മഴയുടെ pH മൂല്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. വായു മലിനീകരണ നിയന്ത്രണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് 1981. വായു മലിനീകരണ നിയന്ത്രണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1981. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. പ്രധാന വായു മലിനീകാരികൾ നമ്മളിത് പറഞ്ഞു. കാർബൺ മോണോക്സൈഡ് നമ്മുടെ രക്തത്തിലെത്തുന്ന ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. കരി, എണ്ണ, പ്രകൃതിവാതകങ്ങൾ ഇവ കത്തിക്കുന്നത് മൂലമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സൂര്യൻ്റെ ഹാനികരങ്ങളായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ഓസോൺ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത്. സുപ്രധാനമായ ഈ വാതകം സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിക്ക് ആവരണമായി വർത്തിക്കുന്നു. ഇപ്പോൾ ചില സമയത്ത് ഉയർന്ന വിഷഗുണത്താൽ ഇവ താഴെ തട്ടിൽ ഒരു മലിനീകാരി കൂടിയാണ് ഈ ഓസോൺ. താഴെ തട്ടിൽ ഓസോൺ മലിനീകാരിയാണ്, എന്നാൽ ഏറ്റവും മുകളിലത്തെ പാളിയിൽ ഓസോണ് സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. ഇനി EM നാഡീവ്യവസ്ഥയുടെ തകരാറുകൾക്കും ദഹന പ്രശ്നങ്ങൾക്കും EM കാരണമാകുന്നു. വ്യവസായങ്ങൾ, വാഹനങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം എന്നിവയുടെ ഫലമായിട്ടാണ് വായു മലിനീകരണം ഉണ്ടാകുന്നത്. വ്യവസായങ്ങൾ, വാഹനങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം എന്നിവയുടെ ഫലമായിട്ടാണ് വായു മലിനീകരണം ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് ശബ്ദമലിനീകരണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന ചുറ്റുപാടിലുണ്ടാകുന്ന അമിതമായ ശബ്ദത്തെയാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദമലിനീകരണത്തെ നമ്മൾ നിശബ്ദനായ കൊലയാളി എന്നും അറിയപ്പെടുന്നു. നോയിസ് പൊല്യൂഷൻ ഈസ് ജനറലി മാൻ-മെയ്ഡ് ആൻഡ് റെഫേഴ്സ് ടു excessive amount of noise in the surrounding that disturb the natural balance. Noise pollution is man-made, which refers to the excessive amount of noise in the surrounding. ഇപ്പോൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുന്ന ചുറ്റുപാടിലുണ്ടാകുന്ന ശബ്ദത്തെയാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ അഗ്നിപർവ്വതങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ശബ്ദമലിനീകരണത്തിന് കാരണമാകുമെങ്കിലും പ്രധാനമായിട്ടും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നത്. ശബ്ദമലിനീകരണം കേൾവിക്കുറവ്, ഉറക്ക തകരാറുകൾ, രക്താതിമർദ്ദം, ആശയവിനിമയ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ
85 ഡെസിബലിൽ കൂടുതലുള്ള ഏത് ശബ്ദവും ഹാനികരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നത് ഏതൊക്കെയാണ്? ഭാരമേറിയ യന്ത്രങ്ങൾ, മില്ലുകൾ, ഫാക്ടറികൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ, അതേപോലെ വാഹനങ്ങൾ, വിമാനങ്ങൾ മുതലായവയിൽ നിന്നുള്ള ശബ്ദങ്ങൾ, പിന്നെ നിർമ്മാണ ശബ്ദങ്ങൾ, നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ, ബിൽഡിങ്ങുകളും മറ്റൊക്കെയുള്ള കൺസ്ട്രക്ഷൻ വർക്ക്, പിന്നെ സാമൂഹിക പരിപാടികളൊക്കെ നടത്തുമ്പോൾ ലൗഡ് സ്പീക്കറിൽ നിന്നുള്ള ശബ്ദം, ഗാർഹിക ശബ്ദങ്ങൾ, ഇപ്പോൾ മിക്സി, TV, വാഷിംഗ് മെഷീൻ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദവും എന്തിന് കാരണമാകുന്നു? ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇപ്പോൾ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ഒക്കെ ശബ്ദ മലിനീകരണം കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ശബ്ദ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് കേൾവിക്കുറവ്, ഉറക്ക തകരാറുകൾ, ഉയർന്ന BP, ആശയവിനിമയ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ. ഇനി അടുത്തതായിട്ട് സോയിൽ പൊല്യൂഷനാണ്. എന്താണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദി ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കെമിക്കൽസ് ഓർ അതർ മാൻമെയ്ഡ് സബ്സ്റ്റൻസസ്. മാൻമെയ്ഡ് എന്നാണ് കേട്ടോ, MAN ആണ്. മാൻമെയ്ഡ് സബ്സ്റ്റൻസസ് ഇൻ ദ സോയിൽ. സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കെമിക്കൽസ് ഓർ അതർ മാൻമെയ്ഡ് സബ്സ്റ്റൻസസ് ഇൻ ദ സോയിൽ. അപ്പം മണ്ണിൻ്റെ നാശം എന്തുമൂലം? കെമിക്കൽസിൻ്റെ സാന്നിധ്യം കൊണ്ടും അതുപോലെ മനുഷ്യനിർമ്മിതമായ മറ്റ് വസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ടും മണ്ണ് മലിനമാകുന്നതിനെയാണ് നമ്മൾ മണ്ണ് മലിനീകരണം എന്ന് പറയുന്നത്. സെനോബയോട്ടിക് പദാർത്ഥങ്ങൾ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുകയും അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ നേരിട്ടോ അല്ലാതെയോ ഒക്കെ സാരമായി ബാധിക്കുന്നതാണ് മണ്ണ് മലിനീകരണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മണ്ണിലടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും വിഷവസ്തുക്കൾ സസ്യങ്ങൾ ആഗിരണം ചെയ്യും. നമുക്കറിയാം സസ്യങ്ങൾ പ്രൊഡ്യൂസേഴ്സാണ് അല്ലേ, അവർ ഉൽപ്പാദകരാണ്. അപ്പോൾ സസ്യങ്ങൾ, ഈ ഉൽപ്പാദകരായിട്ടുള്ള സസ്യങ്ങൾ മണ്ണിലടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും വിഷവസ്തുക്കൾ ആഗിരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യശൃംഖലയിലൂടെ ഈ വിഷാംശം കടന്നു പോവുകയും നമ്മുടെയൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ, മനുഷ്യൻ്റെയും മറ്റു ജീവികളുടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് കാരണം ഈ വിഷാംശം കാരണമാകുന്നു. മണ്ണ് മലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് തെറ്റായ വ്യാവസായിക മാലിന്യ നിർമ്മാർജ്ജനം, എണ്ണച്ചോർച്ച, അതേപോലെ അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന ആസിഡ് മഴ, ഖനന പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ രാസവസ്തുക്കളും കീടനാശിനികളും ഒക്കെ കൃഷിക്ക് ഉപയോഗിക്കുക, വ്യാവസായിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണമാണ്. ഇനി മണ്ണ് മലിനീകരണത്തിൻ്റെ ഫലങ്ങളാണ്: മണ്ണിലെ പോഷകങ്ങളുടെ നഷ്ടം മണ്ണിനെ കൃഷിക്ക് അനുയോജ്യമല്ലാതാക്കുന്നു, മണ്ണിൽ വസിക്കുന്ന പ്രകൃതിദത്ത സസ്യജന്തുജാലങ്ങളെ ബാധിക്കുന്നു, മണ്ണിൻ്റെ ലവണാംശം വർദ്ധിക്കുന്നതിനാൽ സസ്യങ്ങളെ നശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് മണ്ണ് മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ. ആണവ സ്ഫോടനങ്ങൾ, റേഡിയോ ആക്റ്റീവ് അയിരുകളുടെ ഖനനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ അന്തരീക്ഷത്തിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് റേഡിയോ ആക്റ്റീവ് മലിനീകരണം. ആണവ സ്ഫോടനങ്ങൾ, റേഡിയോ ആക്റ്റീവ് അയിരുകളുടെ ഖനനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ അന്തരീക്ഷത്തിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് റേഡിയോ ആക്റ്റീവ് മലിനീകരണം. ഇനി നമുക്ക് അടുത്തത് നിങ്ങളുടെ ടോപ്പിക്കിലുള്ളത് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ്. ഇതിനെപ്പറ്റി നോക്കാം. പ്രകൃതിദത്ത ജീവജാലങ്ങൾക്ക് വിഘടിപ്പിക്കാൻ കഴിയാത്തതും മലിനീകരണത്തിൻ്റെ ഉറവിടമായി വർത്തിക്കുന്നതുമായ ഒരു തരം പദാർത്ഥമാണ് നോൺ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ്. പ്രകൃതിദത്ത ജീവജാലങ്ങൾക്ക് വിഘടിപ്പിക്കാൻ സാധിക്കാത്തതും മലിനീകരണത്തിൻ്റെ ഉറവിടമായി വർത്തിക്കുന്നതുമായ ഒരു തരം പദാർത്ഥമാണ് നോൺ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ്. ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങളുണ്ട്, നോൺ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി
ഈ നോൺ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങൾ എന്ത് ചെയ്യും, വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. പ്രകൃതിദത്തമായ ജീവജാലങ്ങൾക്ക് വിഘടിപ്പിക്കാനോ ലയിപ്പിക്കാനോ കഴിയാത്തവയാണ് നോൺ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങൾ. അപ്പോൾ ഇവ വർഷങ്ങളോളം ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അപ്പോൾ അതുമൂലം അവ സൃഷ്ടിക്കുന്ന ഭീഷണിയും കൂടുതലാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. പ്ലാസ്റ്റിക്കുകൾ ദീർഘകാലം വിഘടിക്കാതെ ഇരിക്കുന്നതിനാൽ എന്ത് ചെയ്യുന്നു, ഇവ ഭൂമിക്ക് കൂടുതൽ ദോഷകരമായി വർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നോൺ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങൾ ഇപ്പോൾ പരിസ്ഥിതി സൗഹൃദമല്ല. ഇവയുടെ ഉപയോഗം നമ്മൾ വളരെയധികം കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് തുടങ്ങിയ ആശയങ്ങളൊക്കെ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജൈവ പ്രക്രിയകളാൽ വിഘടിപ്പിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളാണ് നോൺ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങൾ. ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അജൈവ മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യാവുന്ന മാലിന്യങ്ങളെന്നും പുനരുപയോഗം ചെയ്യാൻ കഴിയാത്തവ നോൺ റീസൈക്കിൾ ചെയ്യാവുന്ന മാലിന്യങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇനി എന്താണ് ബയോഡിഗ്രേഡബിൾ? ബാക്ടീരിയകളോ മറ്റു പ്രകൃതി ജീവികളോ ഉപയോഗിച്ച് വിഘടിപ്പിക്കാൻ കഴിയുന്ന മാലിന്യങ്ങളാണ് ബയോഡിഗ്രേഡബിൾ. ഒരു ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളോ മറ്റു പ്രകൃതി ജീവികളോ ഉപയോഗിച്ച് വിഘടിപ്പിക്കാൻ കഴിയുന്ന മാലിന്യങ്ങളാണ് ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ ഒക്കെ ഉപയോഗിച്ചിട്ട് വിഘടിപ്പിക്കാൻ കഴിയുന്ന മാലിന്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ ഇതുപോലെ വിഘടിപ്പിക്കാൻ സാധിക്കും. സങ്കീർണമായ പദാർത്ഥങ്ങളെ ലളിതമായ ജൈവ പദാർത്ഥങ്ങളാക്കിയാണ് മാറ്റുന്നത്. ഇപ്പോൾ ജൈവ മാലിന്യങ്ങൾ മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ കമ്പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ ജൈവ മാലിന്യങ്ങൾ ഒരു കുഴിയിലേക്ക് വലിച്ചെറിയുകയും അത് കുറച്ച് കാലം മൂടിയിടും. പിന്നീട് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മൂലം അവ ജീർണിക്കുകയും കൃഷിക്ക് ആവശ്യമായ വളമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മളുടെ പരിസ്ഥിതിയിലെ മാലിന്യം കുറയ്ക്കാൻ കാരണമാവും. ഈ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങൾ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളാണ്. അവയെ സൂക്ഷ്മജീവികൾ ഉപയോഗിച്ച് വിഘടിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹരിത മാലിന്യം, ഭക്ഷ്യാവശിഷ്ടങ്ങൾ, കടലാസ് മാലിന്യങ്ങൾ, ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകൾ, ഇതൊക്കെ ഇങ്ങനെ വിഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങൾ സൂക്ഷ്മജീവികളാൽ വിഘടിപ്പിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ജൈവവളം, കമ്പോസ്റ്റ്, ബയോഗ്യാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ ജൈവ മാലിന്യം ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളുടെ ടോപ്പിക്കാണ് പ്ലാസ്റ്റിക്. പരിസ്ഥിതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കുന്നുകൂടുന്നത് മൂലം വന്യജീവികൾ, അവയുടെ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ എന്നിവയെ ഗുരുതരമായി ബാധിക്കുന്നതിനെയാണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് പാർട്ടാണ് പ്ലാസ്റ്റിക് മലിനീകരണം. പരിസ്ഥിതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കുന്നുകൂടുന്നത് മൂലം വന്യജീവികൾ, അവയുടെ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ എന്നിവയെ ഗുരുതരമായി ബാധിക്കുന്നതാണ് പ്ലാസ്റ്റിക് മലിനീകരണം. ഇപ്പോൾ നമ്മൾ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കുപ്പികൾ, അതുപോലെ പ്ലാസ്റ്റിക് കവർ, ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ശരീരത്തിന് ഹാനികരമായ വാതകമാണ് ഡയോക്സിൻ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ശരീരത്തിന് ഹാനികരമായ വാതകം ഡയോക്സിൻ. എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട 8ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരമാണ് ചിയാങ് മായ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന മലിനീകരണ ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. ഓർത്തു വെക്കണം, ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന മലിനീകരണ ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം കേരളം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ വന്നത് 1974.
എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏതാണ്? ന്യൂഡൽഹി. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിജൻ, ശുദ്ധമായ വായു വിൽപ്പനക്കൊക്കെ വെച്ചിട്ടുള്ള നഗരമാണ് ന്യൂഡൽഹി. എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ന്യൂഡൽഹിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിക്കപ്പെട്ട വർഷം 1974. പരിസ്ഥിതി ചൂഷണം, മലിനീകരണം എന്നിവ തടയാനുള്ള UNOയുടെ പ്രത്യേക ഏജൻസി UNEP. ചിലപ്പോൾ എക്സാമിന് ഇപ്പോൾ പൊല്യൂഷൻ എന്നുള്ള ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. പരിസ്ഥിതി ചൂഷണം, മലിനീകരണം എന്നിവ തടയാനുള്ള UNOയുടെ പ്രത്യേക ഏജൻസി UNEP. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കേരളത്തിൽ നിരോധിച്ചത് 2020 ജനുവരി 1. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കേരളത്തിൽ നിരോധിച്ചത് 2020 ജനുവരി 1. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിൽ എത്തിക്കുന്നവർക്ക് ഭക്ഷണ പാക്കറ്റ് പകരം നൽകുന്ന പ്ലാസ്റ്റിക് തരൂ ഭക്ഷണം തരാം പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം ജില്ലയാണ്. അടുത്തതായിട്ട് നമുക്ക് പരിസ്ഥിതി സംരക്ഷണ വകുപ്പും നിയമങ്ങളും നോക്കാം. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ വകുപ്പും നിയമങ്ങളും. ഇപ്പോൾ ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ജലമലിനീകരണ നിയന്ത്രണ നിയമപ്രകാരം ജലമലിനീകരണം തടയാനും ജലത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നിയമം അനുസരിച്ച് ജലമലിനപ്പെടുത്തൽ, നദികൾ, നീരുറവ തുടങ്ങിയവയിൽ വിഷവസ്തുക്കൾ കലർത്തൽ ഇതൊക്കെ ശിക്ഷാർഹമാണ്. ഈ നിയമം അനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം മുതൽ 6 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഇനി നെക്സ്റ്റ് വനസംരക്ഷണ നിയമം 1980. 1980 വനസംരക്ഷണ നിയമം. ഇത് പ്രകാരം വനങ്ങളെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും വനനശീകരണവും തടയുന്നു. ഈ നിയമം അനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് 15 ദിവസം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വന്യജീവി സംരക്ഷണ നിയമം 1972. 1972 വന്യജീവി സംരക്ഷണ നിയമം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. 1972 ഇതനുസരിച്ച് വന്യജീവികളെ വേട്ടയാടുന്നതും അതുപോലെ സംരക്ഷിക്കപ്പെടേണ്ട വന്യജീവികളുടെ കൊമ്പും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും വന്യജീവികളെ കടത്തുന്നതുമൊക്കെ നിരോധിച്ചിരിക്കുന്നു. ഈ നിയമം അനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം മുതൽ 3 വർഷം വരെ തടവോ പിഴയോ നൽകാവുന്നതാണ്. വായുമലിനീകരണ നിയന്ത്രണ നിയമം 1981. വായുമലിനീകരണം തടയുന്ന നിയമമാണ് വായുമലിനീകരണ നിയന്ത്രണ നിയമം. അപ്പോൾ ഇത് പ്രകാരം വായുമലിനീകരണം തടയൽ, നിയന്ത്രണം, വായുവിൻ്റെ നിലവാരം ഉയർത്തുക എന്നിവയൊക്കെ വ്യവസ്ഥ ചെയ്യുന്നു. ഇപ്പോൾ വായുമലിനീകരണത്തിൻ്റെ 60% സംഭാവന ചെയ്യുന്നത് വാഹനങ്ങളാണ്. മോട്ടോർ വാഹന നിയമം 1988 നിലവിൽ വന്നു. ഇപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള ഓയില്, ശബ്ദം, കരി എന്നിവയൊക്കെ ഇത് നിയന്ത്രിക്കുന്നു. അതുപോലെ വാഹനങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്നതും ഈ നിയമം അനുസരിച്ചാണ്. ഇപ്പോൾ 6 മാസമാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. സർട്ടിഫിക്കറ്റ് കൈവശം ഇല്ലാത്തവരിൽ നിന്നും പിഴ ഈടാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. 1986 പരിസ്ഥിതി സംരക്ഷണ ദി എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അനുസരിച്ച് ഫാക്ടറികൾ തുടങ്ങുന്നതിന് മുമ്പ് പരിസ്ഥിതിക്ക് നാശകരമല്ലെന്നും മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടെന്നും കാണിച്ച് പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി തേടേണ്ടതാണ്. അതുപോലെ ഈ നിയമം അനുസരിച്ച് പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന വസ്തുക്കളെ നിരോധിക്കാവുന്നതുമാണ്. ഇപ്രകാരമാണ് പ്ലാസ്റ്റിക് നിരോധനം സാധ്യമാകുന്നത്. അപ്പോൾ ഈ നിയമം ലംഘിച്ചാൽ 5 വർഷം തടവും 1 ലക്ഷം രൂപ
പിഴയും ലഭിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കേട്ടറ്റിന് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും ആത്മവിശ്വാസം ഒരിക്കലും കളയരുത്. കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഈ കേട്ടിട്ട് നിങ്ങൾക്കുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.